അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഡിഫറൻസസ് ബിറ്റ്വീൻ ലീനിയർ ആൻഡ് നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെയും നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെയും ഡിഫറൻസസോളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു സൊല്യൂഷൻ്റെ എക്സിസ്റ്റൻസിൻ്റെയും യുണീക്ക്നെസ്സിൻ്റെയും ബേസിസിലുള്ള ഡിഫറൻസസ്, അതുമാതിരി തന്നെ ഇൻ്റർവെൽ ഓഫ് സൊല്യൂഷൻ്റെ ഉള്ള ഡിഫറൻസസ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ജനറൽ സൊല്യൂഷൻ്റെ ബേസിസിലുള്ള ഡിഫറൻസസ് ആണ് പറയുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാണ് അനദർ വേ ഇൻ വിച്ച് ലീനിയർ ആൻഡ് നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിഫർ ഈസ് ഇൻ ദ കണക്ഷൻ വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് ജനറൽ സൊല്യൂഷൻ. ഇപ്പോൾ ജനറൽ സൊല്യൂഷൻ്റെ കൺസെപ്റ്റിൽ അവിടെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അതിന് മുന്നേ നമുക്കൊരു ഡെഫിനിഷൻ പഠിക്കാനുണ്ട്. ആ ഡെഫിനിഷൻ കൂടി പഠിച്ചിട്ട് നമുക്ക് ആ ഡിഫറൻസ് പറയാം. ഇപ്പോൾ ഡെഫിനിഷൻ എന്ന് പറയുന്നത് സിംഗുലാർ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സിംഗുലാർ സൊല്യൂഷൻ എന്താണെന്നുള്ളതിനാണ് ഡെഫിനിഷൻ പറയുന്നത്. ഇപ്പോൾ എങ്ങനെയായിരുന്നു പറയുന്നത്? ദ സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിച്ച് ഡസ് നോട്ട് ബിലോങ്സ് ടു ദ ജനറൽ സൊല്യൂഷൻ ഈസ് കാൾഡ് സിംഗുലാർ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ സൊല്യൂഷൻസ് ആയിട്ടാണ് കിട്ടുക. കുറേ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. നമ്മൾ y of x is equal to നമ്മൾ സം ഫംഗ്ഷൻ പ്ലസ് സി എന്നാണല്ലോ പറയാറ്. അപ്പോൾ സി വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വാല്യൂസൊക്കെ ഇങ്ങനെ മാറി മാറി വരാം അല്ലേ. ഓരോ ഫംഗ്ഷനും കിട്ടും. അപ്പോൾ അതൊക്കെ സൊല്യൂഷൻസ് ആണെന്ന് പറയാൻ പറ്റും. നമ്മൾ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം കൺസിഡർ ചെയ്യുമ്പോഴാണ് യുണീക്ക് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സൊല്യൂഷൻ, അതായത് ദ സൊല്യൂഷൻസ് ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിച്ച് ഡസ് നോട്ട് ബിലോങ്സ് ടു ദ ജനറൽ സൊല്യൂഷൻ ഈസ് കാൾഡ് എ സിംഗുലാർ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇനി ഡിഫറൻസ് നോക്കാം. ദ ലീനിയർ ഇക്വേഷൻ ഹാവ് നോ സിംഗുലാർ സൊല്യൂഷൻ ബട്ട് ഇൻ ദ കേസ് ഓഫ് എ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ദർ മേ ബി എക്സിസ്റ്റ് സിംഗുലാർ സൊല്യൂഷൻ. അതായത് ലീനിയർ ഇക്വേഷൻസിന് സിംഗുലാർ സൊല്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ നോൺ ലീനിയർ കേസിന് സിംഗുലാർ സൊല്യൂഷൻസ് ഉണ്ടാവാം, നിർബന്ധമൊന്നുമില്ല, ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ദ ലീനിയർ ഇക്വേഷൻ ഹാവ് നോ സിംഗുലാർ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ നോൺ ലീനിയർ കേസ് ദർ മേ എക്സിസ്റ്റ് സിംഗുലാർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വി വിൽ യൂസ് ദ ടേം ജനറൽ സൊല്യൂഷൻ ഓൺലി ഡിസ്കസ് ഇൻ ദ ലീനിയർ ഇക്വേഷൻ. ഇപ്പോൾ ലീനിയർ ഇക്വേഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ജനറൽ സൊല്യൂഷൻ എന്നുള്ള ഒരു ടേം നമ്മൾ ഉപയോഗിക്കുള്ളൂ. ഓക്കെ, ഇനി അടുത്തൊരു ഡിഫറൻസ് പറയുന്നത് ഇൻ ദ കേസ് ഓഫ് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ എക്സിസ്റ്റ് ഇൻ ദ എൻറ്റയർ ഡൊമൈൻ. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് എൻറ്റയർ ഡൊമൈനിൽ എക്സിസ്റ്റ് ചെയ്യും. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ദ എൻറ്റയർ ഡൊമൈൻ എന്ന് പറയും. നമ്മൾ ചില പ്രോബ്ലംസ് ഒക്കെ ചെയ്തപ്പോൾ ലീനിയർ കേസിലൊക്കെ സൊല്യൂഷൻ മൊത്തത്തിൽ, അതായത് ഏത് ഡൊമൈനിലാണോ നമ്മൾ ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അതിലങ്ങനെ തന്നെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ നോൺ ലീനിയർ കേസസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു അതായത് എൻ്റെ ഡൊമൈനിൽ എന്തുണ്ടാവില്ല, സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നൊന്നുമില്ലെങ്കിൽ കൂടി നമുക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്മാളസ്റ്റ് ഡൊമൈൻ അതിൻ്റെ ഉള്ളിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മളൊരു പ്രോബ്ലംസ് ഇങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു തൊട്ട് മുന്നത്തുള്ള ഈ പ്രോബ്ലംസിലൊക്കെ ഇടയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ അതവിടെ നിന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാകും. ഓക്കെ, ഇനി ഇവിടെ നമുക്കൊരു അഡീഷണൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നെഗ്ലക്റ്റ് ചെയ്യുക, ഇത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ വേണ്ട. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ദ എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്ക്നെസ് തിയറം. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാൻ തന്നെയല്ലേ കുറച്ച് മുന്നേയും പഠിച്ചു, ഇവിടെ എന്താ വ്യത്യാസമെന്ന്. നമ്മളവിടെ എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്ക്നെസ് തിയറം ഫോർ ദ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പഠിച്ചിരുന്നു. വിത്ത് y of x naught is equal to y naught എന്ന് പറയുന്ന ഒരു ഇനീഷ്യൽ കണ്ടീഷൻ ആയിരുന്നു നമ്മളവിടെ ഉപയോഗിച്ചിരുന്നത്. ഇവിടുത്തെ ഇനീഷ്യൽ കണ്ടീഷൻ ഇവിടുത്തെ നമ്മൾ പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ദ ഒറിജിനലായിട്ടാണ് നമ്മൾ ഈ ഒരു തിയറം ഇവിടെ പറയുന്നത്. ഒറിജിൻ എന്ന് പറയുമ്പോൾ y of 0 is equal to 0 എന്ന് പറയുന്ന ആ ഇനീഷ്യൽ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ എന്ത് പറയണത്, എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്ക്നെസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തിയറം പറയണത് എന്താണെന്ന് നോക്കാം. ഇഫ് എഫ് ആൻഡ് ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ വൈ ആർ കണ്ടിന്യൂസ് ഇൻ സം റെക്റ്റാങ്കിൾ ആർ സച്ച് ദാറ്റ് മോഡ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആൻഡ് മോഡ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, ദെൻ ദർ ഈസ് സം ഇൻ്റർവൽ മോഡ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ ഇൻ വിച്ച് ദർ എക്സിസ്റ്റ് എ യുണീക്ക് സൊല്യൂഷൻ വൈ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ടി ഓഫ് ദ initial value problem y dash is equal to f of t comma y such that y of 0 is equal to 0 എന്ന് പറയുന്നത്.
ഓക്കെ, ഇപ്പോൾ ഇവിടെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല, നമ്മൾ മുന്നേ പഠിച്ച ആ തിയറുമായിട്ട് തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താണ്, എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു 0 ആണ്, വൈ നോട്ട് ഈസ് ഈക്വൽ ടു 0 ആണ്. ഇപ്പോൾ ഇത്രേ പറഞ്ഞുള്ളൂ. എഫും ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ വൈയും ഈ ഒരു റെക്റ്റാങ്കിളിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ ഒരു അവിടെ ഒരു ദർ എക്സിസ്റ്റ് സം ഇൻ്റർവൽ ലൈക്ക് ദിസ് സച്ച് ദാറ്റ് ദർ എക്സിസ്റ്റ് യുണീക്ക് സൊല്യൂഷൻ വൈ ഓഫ് ടി വൈ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ടി എന്ന് പറയുന്ന ഒരു എന്തുണ്ടായിരിക്കും, യുണീക്ക് സൊല്യൂഷൻ ആ ഒരു ഇൻ്റർവെല്ലിൽ എക്സിസ്റ്റ് ചെയ്യും. ഫോർ ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം വൈ ഡാഷ് ഓഫ് എഫ് ഓഫ് ടി കോമ വൈ ആൻഡ് വൈ ഓഫ് 0 ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഓക്കെ, അതായിരുന്നു എക്സിസ്റ്റൻസ് ആൻഡ് യൂണിക്നെസ് തിയറം പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് ഈ എക്സിസ്റ്റൻസ് ആൻഡ് യൂണിക്നെസ് തിയറത്തിൻ്റെ പ്രൂഫ് ഒന്നും പഠിക്കാനില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നമ്മൾ വരുന്നത്, പ്രൂഫ് കുറേ ലെങ്തിയസ്റ്റ് പ്രൂഫാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ സിലബസിൽ അതിൻ്റെ പ്രൂഫ് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി പറയണത് അതിൻ്റെ പ്രൂഫ് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു മെത്തേഡ് അറിയണം, പിക്കാർഡ്സ് ഇറ്ററേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പിക്കാർഡ്സ് ഇറ്ററേഷൻ മെത്തേഡ് വെച്ചിട്ടാണ് നിങ്ങളുടെ എന്താ പറയുക പ്രൂഫ് സോൾവ് ചെയ്യണത്. പക്ഷേ നിങ്ങൾക്ക് പ്രൂഫ് പഠിക്കാനില്ല. പക്ഷേ ഈ ഒരു സെക്ഷനിൽ എന്താണ് പിക്കാർഡ്സ് ഇറ്ററേഷൻ മെത്തേഡ് എന്ന് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ പിക്കാർഡ്സ് ഇറ്ററേഷൻ മെത്തേഡ് കൂടി പറഞ്ഞിട്ടാണ്, അതിൻ്റെ ഒരു പ്രോബ്ലം കൂടിയും പറഞ്ഞിട്ടാണ് നിങ്ങളുടെ ഈ ഒരു മൊഡ്യൂൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. നമുക്ക് പിക്കാർഡ്സ് ഇറ്ററേഷൻ മെത്തേഡ് എന്താണെന്ന് കൂടി നോക്കാം. ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾ ഇപ്പോൾ എക്സിസ്റ്റൻസ് ആൻഡ് യൂണിക്നെസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വിത്ത് റെസ്പെക്ട് ടു ദ ഒറിജിൻ അബൌട്ട് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തിയറം പഠിക്കാനില്ല. പക്ഷേ അതിൻ്റെ തിയറം പ്രൂവ് ചെയ്യുന്നത് ഈ പിക്കാർഡ്സ് ഇറ്ററേഷൻ മെത്തേഡ് വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ പിക്കാർഡ്സ് ഇറ്ററേഷൻ മെത്തേഡ് എന്താണെന്നുള്ളത് ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് ചോദിക്കാനും അതെന്താണെന്ന് എഴുതാനൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ വരാൻ നല്ല സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ നന്നായി പഠിച്ചോളാം. ഓക്കെ, അപ്പോൾ എന്താണ് പിക്കാർഡ്സ് ഇറ്ററേഷൻ മെത്തേഡ് പറയുന്നത് നോക്കാം. പിക്കാർഡ്സ് മെത്തേഡ് ഓഫ് ഇറ്ററേഷൻ ഓർ മെത്തേഡ് ഓഫ് സക്സസീവ് അപ്രോക്സിമേഷൻ. അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഒന്നല്ലെങ്കിൽ നിങ്ങളോട് പിക്കാർഡ്സ് മെത്തേഡ് ഓഫ് ഇറ്ററേഷൻ എന്നോ അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് സക്സസീവ് അപ്രോക്സിമേഷൻ എന്നോ ചോദിക്കാം. രണ്ടാണെങ്കിലും സെയിം ആണ്. ഓക്കെ, ഇവിടെ പറയുന്നതാണ് പിക്കാർഡ്സ് മെത്തേഡ് ഓഫ് ഇറ്ററേഷൻ ഓർ മെത്തേഡ് ഓഫ് സക്സസീവ് അപ്രോക്സിമേഷൻ ഗിവ്സ് എൻ അപ്രോപ്രിയേറ്റ് സൊല്യൂഷൻ ഓഫ് ദ അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ ഓഫ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം വൈ ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി കോമ വൈ സച്ച് ദാറ്റ് വൈ ഓഫ് ടി നോട്ട് ഇസ് ഈക്വൽ ടു വൈ നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ഉണ്ട്. വൈ ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി കോമ വൈ എന്ന് പറയുന്ന വൈ സച്ച് ദാറ്റ് വൈ ഓഫ് ടി നോട്ട് ഇസ് ഈക്വൽ ടു വൈ നോട്ട് എന്ന് പറയുന്ന ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റഡ് ആയിട്ട് ഏകദേശം ഒരു വാല്യൂ ആയിട്ട് സൊല്യൂഷൻ തരുന്നത്, അക്യുറേറ്റ് കറക്റ്റ് ഏകദേശം ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ തരുന്ന ഒരു മെത്തേഡാണ് പിക്കാർഡ്സ് ഇറ്ററേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് ആ പിക്കാർഡ്സ് ഇറ്ററേഷൻ മെത്തേഡ് വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ജനറൽ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, നമുക്കിവിടെ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏതായിരുന്നു? വൈ ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി കോമ വൈ ആയിരുന്നു. അപ്പോൾ വൈ ഡാഷിനെ നമുക്ക് ഡി വൈ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി കോമ വൈ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമ്മളിതിനെ വേരിയബിൾ സെപ്പറബിൾ ആയിട്ടുള്ള ഫോമിൽ എഴുതുക. ഡി വൈ ഇസ് ഈക്വൽ ടു വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്കല്ല, നമ്മളിതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ഡി വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി കോമ വൈ ഇൻറ്റു ഡി ടി എന്ന് പറയുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാണ് ഇവിടെ വേരിയബിൾ സെപ്പറബിൾ അല്ല കേട്ടോ, അത് കൺഫ്യൂഷൻ ആയി പോകരുത്. നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ഈ ഡി ബൈ ഡി ടീനെ ഇങ്ങോട്ട് കൊടുക്കുന്നതാണ്. കാരണം ഇവിടെയുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടിയിലും വൈയിലും വരുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഡി വൈ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി കോമ വൈ ആയിരുന്നു. അതിനെ നമ്മൾ ഡി വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി കോമ ഡി ടി എന്നുണ്ടായിരുന്നു. ഈ ഒരു ഇക്വേഷനെ ബോത്ത് സൈഡ്സും നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഈ ഒരു ഇക്വേഷനെ രണ്ട് സൈഡ്സിലും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻറ്റഗ്രൽ വൈ നോട്ട് ടു വൈ എവിടെ നിന്ന് മുതൽ എവിടെ വരെ വേരി ചെയ്യുന്നത്? വൈ നോട്ട് ടു വൈ ഡി വൈ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ടി നോട്ട് ടു ടി എഫ് ഓഫ് ടി കോമ വൈ ഡി ടി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇൻറ്റഗ്രൽ ഡി വൈ എന്ന് പറയുമ്പോൾ എന്താ വരിക? വൈ അല്ലേ, വൈ പിന്നെ നമുക്കിവിടെ ലിമിറ്റ് തന്നിട്ടുണ്ട് വിത്തിൻ ദ ലിമിറ്റ് വൈ നോട്ട് ടു വൈ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ടി നോട്ട് ടു ടി എഫ് ഓഫ് ടി കോമ വൈ ഡി ടി. നമുക്കിവിടെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയില്ല, സോ അതുകൊണ്ട് നമ്മൾ അതിനങ്ങനെ തന്നെ നിർത്തി. ഇനി ഇവിടെ നമുക്ക് ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരിക? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക അല്ലേ. അപ്പോൾ ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ വൈക്ക് പകരം വൈ മൈനസ് വൈ നോട്ട് വരും. ഇപ്പം എന്ത് വരും? വൈ മൈനസ് വൈ നോട്ട് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ടി നോട്ട് ടി എഫ് ഓഫ് ടി കോമ വൈ ഡി ടി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഈ മൈനസ് വൈ നോട്ടിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടുകയാണ്? വൈ ഇസ് ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് ഇൻറ്റഗ്രൽ ടി നോട്ട് ടു ടി എഫ് ഓഫ് ടി കോമ വൈ ഡി ടി എന്ന് കിട്ടി.
ഓക്കെ, ഇപ്പം നമുക്ക് y ഈസ് ഈക്വൽ ടു അത് കിട്ടി. ഇനി നമ്മൾ ഈ ഇൻ്റഗ്രൽ ഇക്വേഷൻ എന്ന് പറയുന്നത് സോൾവ് ചെയ്യുന്നത് സക്സസീവ് അപ്രോക്സിമേഷൻ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈക്ക് പകരം y1 ഓഫ് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതുമാതിരി തന്നെ വൈക്ക് പകരം, അതായത് ഈ ഒരു ഇക്വേഷനിൽ ഇവിടെ റൈറ്റ് LHSൽ വൈക്ക് പകരം y1 ഓഫ് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. RHSൽ ഇവിടെ ഉണ്ടല്ലോ f ഓഫ് ടി കോമ y എന്ന് പറയുന്നത്, ആ ഇതിൽ നമ്മൾ വൈക്ക് പകരം y0 എന്നുകൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഇക്വേഷൻ വരുമ്പം നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് y1 ഓഫ് ടി ഈസ് ഈക്വൽ ടു y0 പ്ലസ് ഇൻറ്റഗ്രൽ t0 ടു ടി f ഓഫ് ടി കോമ y0 ഇൻറ്റു ഡി ടി എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ y1 ഓഫ് y1 ഓഫ് ടിക്ക് പകരം നമ്മൾ y2 ഓഫ് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടുത്തെ y0 പകരം y1 ഓഫ് ടി എന്ന് പറയുന്നതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്തായിട്ട് മാറും? y2 ഓഫ് ടി ഈസ് ഈക്വൽ ടു y0 പ്ലസ് ഇൻറ്റഗ്രൽ t0 ടു ടി f ഓഫ് ടി കോമ y1 ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത്. ഇനി നമ്മൾ കുറേ എണ്ണം ചെയ്യാം. ഇനി അടുത്തത് y3 ചെയ്യുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ y3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ഇവിടെ y1 എന്ന് y2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ y4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ഇവിടെ y3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ജനറലി നമുക്ക് പറയാൻ പറ്റുന്നതാണ് yn ഓഫ് ടി ഈസ് ഈക്വൽ ടു y0 പ്ലസ് ഇൻറ്റഗ്രൽ t0 ടു ടി f ഓഫ് ടി കോമ yn മൈനസ് 1 ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്കൊരു സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് കിട്ടൂലേ. അതായത് നമുക്ക് y1 ഓഫ് ടി കിട്ടും, y2 ഓഫ് ടി ടു എക്സെട്ര ടു yn ഓഫ് ടി കിട്ടും. ഈച്ച് മെമ്പർ ഓഫ് ദി സീക്വൻസ് സാറ്റിസ്ഫൈങ് എൻ ഇനീഷ്യൽ കണ്ടീഷൻ ബട്ട് ഇൻ ജനറൽ നൺ ഓഫ് ദി സാറ്റിസ്ഫൈ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് ഈ സീക്വൻസിലുള്ള ഓരോ മെമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ ഇതൊന്നും എന്തല്ല, ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. ഇഫ് ദ സീക്വൻസ് yn, നമ്മളിങ്ങനെ എഴുതുന്ന ഈ സീക്വൻസുകൾ ഉണ്ടല്ലോ, ഇത് കൺവേർജസ് ടു y ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലോട്ട് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ y ഓഫ് എക്സ് എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്നാണ് നമ്മളിവിടെ പറയണത്. ഓക്കെ, നിങ്ങൾക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോഴായിരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ ഒന്നുകൂടി ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയാം. പിക്കാർഡ്സ് ഇറ്ററേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ തിയറം എങ്ങനെയുണ്ടായിരുന്നു, നമുക്ക് എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്ക്നെസ് തിയറം നമ്മൾ സ്റ്റേറ്റ് ചെയ്യാണ്. എവിടെയാണ് നമ്മൾ സാധാരണ സ്റ്റേറ്റ് ചെയ്തിരുന്നത് y ഓഫ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു y0 എന്ന് പറയുന്ന പോയിന്റിലായിരുന്നു. അതായത് നമുക്ക് ജനറൽ ആയിട്ടുള്ള ഒരു പോയിന്റിലായിരുന്നു നമ്മൾ ഡിഫൈൻ ചെയ്തത്. അതിൽ നിന്ന് നമ്മൾ ഒറിജിനെ വിത്ത് റെസ്പെക്ട് ടു ഒറിജിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇനീഷ്യൽ കണ്ടീഷൻ ഒറിജിൻ ആക്കിയിട്ട് നമ്മളിവിടെ റീസ്റ്റേറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ അത് റീസ്റ്റേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞത് എഫും ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇൻ എ റെക്റ്റാങ്കിൾ ആണെങ്കിൽ, ഈ ഒരു റെക്റ്റാങ്കിളിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ദർ എക്സിസ്റ്റ് സം ഇൻ്റർവൽ, ഇങ്ങനെയുള്ളൊരു ഇൻ്റർവൽ ഉണ്ടായിരിക്കും, അതിലൊരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ടായിരിക്കും y ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് ടി എന്ന് പറയുന്നത്. അപ്പോൾ അതായിരുന്നു നമ്മുടെ എന്താ പറയണത് എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്ക്നെസ് തിയറം പറഞ്ഞത്. ഇനി എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്ക്നെസ് തിയറത്തിൻ്റെ പ്രൂഫ് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൂഫ് പറയുന്നത് മെത്തേഡ് ഓഫ് സക്സസീവ് അപ്രോക്സിമേഷൻ അല്ലെങ്കിൽ പിക്കാർഡ്സ് ഇറ്ററേഷൻ മെത്തേഡ് രണ്ടും സെയിം ആണ്. ഇത് വെച്ചിട്ടായിരുന്നു നമ്മൾ അതിൻ്റെ പ്രൂഫ് പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ അതിങ്ങനെ ചെയ്ത് വന്നപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഇക്വേഷൻ കിട്ടും, ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. എന്ത് കിട്ടും? y ഈസ് ഈക്വൽ ടു y0 പ്ലസ് ഇൻറ്റഗ്രൽ t0 ടു ടി f ഓഫ് ടി കോമ y ഡി ടി എന്ന് നമുക്ക് കിട്ടും. ഇനി ഇതിൽ നമ്മൾ ആദ്യം ഇറ്ററേഷൻ നടത്തുമ്പോൾ ഇവിടെ y1 എന്ന് കൊടുക്കാം, ഇവിടെ y0 എന്ന് കൊടുക്കാം. രണ്ടാമത്തെ ഇറ്ററേഷൻ നടക്കുമ്പോൾ ഇവിടെ y2, ഇവിടെ y1, പിന്നെ ഇവിടെ y3, ഇവിടെ y2, പിന്നെ ഇവിടെ y4, ഇവിടെ y3, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് y1 ഓഫ് ടിയും y2 ഓഫ് ടിയും y3 ഓഫ് ടിയും y4 ഓഫ് ടിയും ഒക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന എല്ലാ സൊല്യൂഷനെയും നമ്മളിങ്ങനെ ഒരു സെറ്റിൽ എടുത്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു സീക്വൻസ് ഓഫ് സൊല്യൂഷൻസ് ആയിരിക്കും. അതെന്ന് പറയുന്നത് ഒരു യൂണിഫോംലി കൺവേർജസ് ടു എ ഫംഗ്ഷൻ ആണെങ്കിൽ ആ സീക്വൻസ് എന്ന് പറയുന്നത് ഒരു y ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലോട്ട് യൂണിഫോംലി കൺവേർജ് ചെയ്യുകയാണെങ്കിൽ ആ y ഓഫ് എക്സ് എന്ന് പറയുന്നത്
സാറ്റിസ്ഫൈ ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിനെയായിരുന്നു നമ്മൾ മെത്തേഡ് ഓഫ് സക്സസീവ് അപ്രോക്സിമേഷനോ അല്ലെങ്കിൽ പിക്കാർഡ്സ് ഇറ്ററേഷൻ മെത്തേഡ് എന്ന്. അപ്പോൾ നിങ്ങളോട് നല്ല സാധ്യത കാണുന്നുണ്ട് സ്റ്റേറ്റ് ദ പിക്കാർഡ്സ് ഓഫ് അല്ലെങ്കിൽ എക്സ്പ്ലെയിനോ ഡിസ്ക്രൈബെന്നോ എന്തെങ്കിലുമൊക്കെ വെച്ച് ചോദിക്കും പിക്കാർഡ്സ് ഇറ്ററേഷൻ മെത്തേഡിന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്രയും എഴുതിയിട്ട് ഈ ഒരു എൻഡ് വരെ ഇതുവരെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എഴുതി വയ്ക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ഇത് പഠിക്കാം. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം കൂടിയുള്ളത്. ആ പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും.